എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 52 ശ്ലോകം 38, 39, 40, 41 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. രുക്മിണിയുടെ സന്ദേശം ബ്രാഹ്മണൻ ഭഗവാന് വായിച്ചു കേൾപ്പിക്കുന്നു. ഭഗവാൻ അത് വളരെ സന്തോഷത്തോടു കൂടി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഭഗവാന് നല്ല മോഹം, ഉള്ളിൽ നല്ല മോഹമുണ്ട്. രുക്മിണിയുടെ ഗുണഗണങ്ങൾ കേട്ടിട്ട് ഭഗവാനും രുക്മിണിയെ തന്നെ വിവാഹം ചെയ്യണം എന്ന് മനസ്സിൽ നല്ല ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. ശുക്ലാം പരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. കാത്വാ മുകുന്ദ മഹതീ കുലശീലരൂപ വിദ്യാവയോദ്രവിണധാമഭി ആത്മതുല്യം ധീരാപതിം കുലവതീ ന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോക മനോഭിരാമം. സകല ദുഃഖങ്ങളും തീർത്ത് പരമാനന്ദം നൽകുന്ന പുരുഷോത്തമനായിട്ടുള്ള ഭഗവാന് പുരുഷോത്തമ മുകുന്ദ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥമാണ്. അങ്ങനെയാണ് രുക്മിണി ഭഗവാന് ഈ ശ്ലോകത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത്. സൽക്കുലത്തിൽ ജനിച്ച് വളരെ എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും തികഞ്ഞ, എല്ലാവരാലും പറയപ്പെട്ട, എല്ലാവരുടെ മനസ്സിനെ സ്വാധീനപ്പെടുത്താൻ സമർത്ഥയായിട്ടുള്ള ഏതൊരു കന്യകയാണ് വിവാഹകാലം അടുത്തിരിക്കുന്ന അവസരത്തില് ഭഗവാനെ അവിടുത്തെ മനസ്സുകൊണ്ട് ഭർത്താവായി വരിക്കാതിരിക്കുന്നത്? ഏതൊരു പെൺകുട്ടിയും ആ യൗവനം വരുമ്പോൾ അവിടുത്തെ മനസ്സുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഭർത്താവായി വരണം എന്ന് വിചാരിക്കാതിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അങ്ങനെ തന്നെയാണ്. സൽക്കുലത്തിന് ജനനം, വളരെ അതിസൗന്ദര്യം, ഭുവനസുന്ദരനായിട്ടാണ് അവിടുന്ന് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന സ്വഭാവം. പിന്നെയോ എല്ലാവരെയും ആകർഷിക്കുന്ന ആ സ്വഭാവ ഗുണം, കണ്ണുകൾക്ക് ഇങ്ങനെ ആനന്ദം നൽകുന്ന സൗന്ദര്യം, ലൗകികവും വൈദികവുമായ വിദ്യയിൽ പാണ്ഡിത്യം, സുന്ദരമായ യൗവനം, ആഗ്രഹിക്കത്തക്ക ധനസമൃദ്ധി, പ്രശംസിക്കത്തക്ക പ്രഭാവം, ഈ ഗുണങ്ങളെല്ലാം അവിടത്തേക്കുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു പുരുഷനെ ഏതൊരു പെൺകുട്ടിയാണ് മോഹിക്കാതിരിക്കുക? എന്ന് മാത്രമല്ല, സകല ജനങ്ങളുടെയും മനസ്സിന് നിർവ്യാജമായ സുഖം അങ്ങയിൽ നിന്ന് മാത്രമേ സിദ്ധിക്കുള്ളൂ. നല്ല മോഹമുണ്ട് ഭഗവാനെ തന്നെ ഭരിക്കണമെന്ന്. അപ്പൊ വേറൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ലജ്ജ കൊണ്ട് മിണ്ടാണ്ടിരുന്നാൽ വേറൊരു പുരുഷനെ, സാമാന്യനായിട്ടുള്ള ഒരു പുരുഷനെ വരിച്ചാൽ അതല്ലേ മൗഢ്യം. അതുകൊണ്ട് സർവകന്യകകളും കാക്ഷിക്കത്തക്ക കല്യാണ ഗുണാഭിരാമനായ അങ്ങയെ ഞാൻ കാക്ഷിച്ചത് ദോഷമാണെന്ന് അങ്ങ് വിചാരിക്കരുത് എന്നാണ് രുക്മിണി പറഞ്ഞതിന്റെ അർത്ഥം. സർവ ദുഃഖാതീതമായ മുക്തി നൽകുന്ന പരമപുരുഷൻ അവിടുന്ന് മാത്രമാകയാൽ പ്രാകൃതനായ ഒരു പുരുഷനെ സ്വീകരിച്ചാൽ ആ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും ഉണ്ടാവില്ല. എന്റെ വിവാഹം അലൗകികമായ പരമപദ പ്രാപ്തിക്കായി വരണം എന്നാണ് എന്റെ നിശ്ചയം. അത് സാധിക്കുന്നത് വരെ ഇതര പുരുഷ സ്വീകാരം ഞാൻ ചെയ്യില്ല. ഞാൻ ധീരയാണ്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കണു എന്നാണ് അതിന്റെ അർത്ഥം. സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുക രുക്മിണി. തന്മേ ഭവാൻ ഖലു വൃത പതിരംഗ ജായാ ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാവീര ഭാഗമഭിവർഷതു ചൈത്യാര ഗോമായുവൻ മൃഗപദേർബലിം അംബുജാക്ഷ. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഭർത്താവായിട്ട് വരിച്ചു. ഇനി വേറൊരാളെ ഞാൻ
പ്രതിജ്ഞ പോലും ചെയ്യില്ല. എന്റെ ശരീരം അങ്ങയ്ക്കായി ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങ് ഇവിടെ വന്ന് എന്നെ അങ്ങയുടെ ഭാര്യയായി സ്വീകരിച്ച് അനുഗ്രഹിക്കണേ. അതിനുള്ള സാമർഥ്യം അവിടുത്തേക്കുണ്ടല്ലോ. അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് വീരനായ അങ്ങയ്ക്ക് പോരായ്മയാണ്. ദർശനമാത്രത്താൽ എന്റെ സങ്കടം തീർത്ത് അനുഗ്രഹിക്കാൻ സാമർഥ്യമുള്ള താമര സാക്ഷ താമരക്കണ്ണ, അവിടുത്തെ ഭാഗമായ എന്നെ സിംഹത്തിന്റെ അവകാശത്തെ കുറുക്കൻ എന്ന പോലെ ശിശുപാലൻ തൊട്ടാനിടവരുത്തരുതേ. ശിശുപാലന് എന്നെ കൊടുക്കാനുള്ള ആലോചന ഇവിടെ നടക്കുന്നുണ്ട്. ശിശുപാലനെ ഞാൻ ഒരു കുറുക്കനായിട്ട് മാത്രമേ ഗണിക്കുന്നുള്ളൂ എന്ന്. മൃഗത്തിനു ഭക്ഷിക്കാനുള്ള മാംസപിണ്ഡമല്ല ഞാൻ. അങ്ങാണ് എന്റെ ആത്മതുല്യനായ പാലകൻ. അതിനാൽ ഇന്ദുരുവടിക്ക് എന്നെ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ വന്ന് സ്വീകരിക്കാൻ അവിടുന്ന് സമർത്ഥനാണ് എന്ന് അതാണ് അംഗ വീരാപതി ഇതൊക്കെയുള്ള ആ സംബോധന കൊണ്ട് രുക്മിണി സ്പഷ്ടമായിട്ട് ഭഗവാന് സന്ദേശം കൊടുത്തിരിക്കുകയാണ്. അതിബുദ്ധിമതിയാണ് രുക്മിണി. ആ വേണ്ട പദങ്ങള് വേണ്ട പോലെ ഒരു ലജ്ജയും കൂടാതെ തന്നെ എഴുതിയിരിക്കുക. അങ്ങ് എന്നെ സ്വീകരിക്കാതിരുന്നാൽ കന്യകയായി തന്നെ ഞാൻ ജീവിതം കഴിക്കുകയല്ലാതെ അന്യപുരുഷനെ സ്വീകരിക്കില്ല. പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവ വിപ്ര ഗുരുവർച്ചനാദിപിരലം ഭഗവാൻ പരേശ ആരാധിതോ യദി ഗദാഗ്രജ ഏത്യ പാണിം ഗൃഹാതു മേ നദമഘോഷസുതാതയോന്യേ. ജന്മാന്തരങ്ങളിൽ ഞാൻ സുകൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഇങ്ങനെ പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം രുക്മിണി. കിണറ് കുഴിക്കുക, തടാകാദികൾ ഉണ്ടാക്കുക, ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുക, അന്നസത്രം നിശ്ചയിക്കുക, പൂങ്കാവ് വെച്ചുണ്ടാക്കുക, ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ഈ പൂർത്തം എന്ന് പേര് പറയുന്നത്. അപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അഗ്നിഹോത്രം, യാഗം മുതലായ കർമ്മങ്ങൾക്ക് ഇഷ്ടം എന്നു പേര്. സൽപാത്രത്തിൽ സ്വർണം, വെള്ളി മുതലായവ സമർപ്പിക്കുന്നതായ പുണ്യകർമ്മത്തിന് ദാനം എന്നു പേര്. ദേവന്മാര്, ബ്രാഹ്മണര്, ഗുരുഭൂതന്മാര് ഇവരെ പ്രസാദിപ്പിക്കുന്ന പുണ്യകർമ്മത്തിന് പൂജ എന്നു പേര്. ഇങ്ങനെയുള്ള പൂർത്താദി കർമ്മങ്ങൾ കൊണ്ട് ഞാൻ ജന്മാന്തരങ്ങളിൽ സർവേശ്വരനെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്പോ അരികത്ത് വന്ന് എന്നെ പാണിഗ്രഹണം ചെയ്യാൻ ഇടവരണം. ശിശുപാലൻ മുതലായ അന്യന്മാരെ എന്നെ തൊടാൻ പോലും സംഗതി വരാതിരിക്കണം. ഇത് സാധിച്ചാൽ എന്റെ വ്രതാദികൾക്കുള്ള ഫലം എനിക്ക് സിദ്ധിച്ചു. ജന്മാന്തരങ്ങളില് സുഹൃതം ചെയ്യാത്ത സ്ത്രീകൾക്ക് സമസ്ത കല്യാണ ഗുണങ്ങളും തികഞ്ഞ ഭർത്താവിനെ സിദ്ധിക്കില്ല. അതുപോലെ തന്നെ സുഹൃതികളല്ലാത്ത പുരുഷന്മാർക്ക് ഈ സൗഭാഗ്യാദി ഗുണം തികഞ്ഞ ഭാര്യമാരെയും സിദ്ധിക്കില്ല. അപ്പൊ ശിശുപാലൻ ഒരു കുറുക്കന്റെ തുല്യനാണെങ്കിൽ അങ്ങനെയല്ലാത്ത മറ്റൊരുവനായാലോ എന്ന് വിചാരിക്കണ്ട. ഭഗവാനെ അവിടുത്തെ മാത്രമല്ലാതെ മറ്റാരെയും ഞാൻ സ്വീകരിക്കില്ല. അതിന് മതിയായ പുണ്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ മാതിരി പുണ്യം പൂർണ്ണമാകുന്ന ജന്മത്തിൽ മതി വിവാഹം. ശോഭാവിനി ത്വം അജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പൃതനാപതിഭിഃ പരീത നിർമ്മഥ്യ ചൈദ്യമഗധേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധുനോദ്വഹ വീര്യശുൽക്കാം. അങ്ങേ ജയിക്കാൻ ആർക്കും കഴിയില്ല. വിവാഹം നാളേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് കാലതാമസം കൂടാതെ അവിടുന്ന് ആരും അറിയാതെ ഇങ്ങോട്ട് വരണം. സൈന്യങ്ങളെയും കൊണ്ട് കല്യാണശാലയിൽ വന്നു ചേരാൻ സേനാധിപന്മാരെയും ഏൽപ്പിക്കണം. യുദ്ധത്തിനുള്ള ഒരുക്കത്തോടെ വരുന്ന വിവരം ആരും അറിയുകയും ചെയ്യരുത്. ഇവിടെ ശിശുപാലനും ജരാസന്ധനും കൂടി അനേകം സൈന്യത്തെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പണ്ട് സമുദ്രം മഥനം ചെയ്തിട്ട് എന്നെ സ്വീകരിച്ചതുപോലെ സമുദ്രതുല്യമായിരിക്കുന്ന ഇവരുടെ സേനയെ തോൽപ്പിച്ചിട്ട് ഇപ്പോഴും നിന്തിരുവടി രാക്ഷസവിധിയാൽ എന്നെ കല്യാണം കഴിക്കണം. കന്യാശുൽക്കമായിട്ട് നിന്തിരുവടിയുടെ മഹാപരാക്രമത്തെ എൻ്റെ പിതാവിന് നൽകിയാൽ മതി. അച്ഛന് കൊടുക്കേണ്ട സ്ത്രീധനം, അങ്ങയുടെ ആ പരാക്രമം, വീര്യം, അതാണ് അത് മാത്രം കൊടുത്താൽ മതി. അങ്ങയുടെ മഹാപരാക്രമത്തെ എൻ്റെ പിതാവിന് നൽകിയാൽ മതി. ശൗര്യത്താൽ മറ്റുള്ളവരെ ജയിച്ച് ബലാത്കാരേണ കന്യകയെ സ്വീകരിക്കുന്നതായ രാക്ഷസവിധി
വിവാഹ രീതികളില് ശാസ്ത്രോക്തമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്ഷത്രിയനായ അങ്ങയ്ക്ക് ക്ഷത്രിയ കന്യകയായ എന്നെ ഈ രീതിയിൽ കല്യാണം കഴിക്കുന്നത് ലോകവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ലാന്ന്. അവിടുത്തെ വിട്ടുപിരിയാത്ത ശ്രീ മഹാലക്ഷ്മി തന്നെ ഞാൻ എന്ന് സൂചിപ്പിക്കാൻ ആ മഥനം എന്നുള്ള അർത്ഥത്തെ കാണിക്കുന്ന പദം പൂർവജന്മ മഹാലക്ഷ്മി തന്നെയാണല്ലോ രുക്മിണിയായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അങ്ങക്ക് ഏറ്റവും അനുഗുണശാലിനി ആയ വധു എന്നും സൂചിപ്പിക്കുന്നു രുക്മിണി. അന്തപുരാന്തരചരീമനിഹത്യ ബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധോ ഗിരിജാമുപേയാത്. അപ്പൊ അവിടെ വന്ന് നിന്നെ അപഹരിക്കുമ്പോൾ വിരോധിക്കാൻ പുറപ്പെടുന്ന ബന്ധുക്കളെ സംഹരിക്കാതെ നിന്നെ എങ്ങനെ വിവാഹം ചെയ്യുന്നു അങ്ങ് വിചാരിക്കണ്ട. ഈ കല്യാണ അവസരത്തിലെ ബന്ധുക്കളെയൊക്കെ സംഹരിക്കുന്നത് എങ്ങനെയാ എന്ന് അങ്ങ് വിചാരിക്കരുതേ. ഈ ദുർഘടം തടുക്കാനും നല്ലൊരു ഉപായം ഞാൻ പറയാം. അത് തന്നെ രുക്മിണി എന്നെ പറഞ്ഞു കൊടുക്കുക. വിവാഹ ദിവസത്തിന്റെ തലേന്നാള് ഒരു ഘോഷയാത്ര ഉണ്ടാവണമെന്നത് കുലധർമ്മമാണ്. രാജധാനിയിൽ നിന്ന് കുറെ അകലെ ഒരു അംബിക ക്ഷേത്രമുണ്ട്. വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യക സഖിമാരോടുകൂടി ആ ഘോഷയാത്രയില് ദേവീക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് മടങ്ങി വരിക പതിവുണ്ട്. ആളും അകമ്പടിയും വാദ്യഘോഷങ്ങളും ഉള്ളതുകൊണ്ട് ഈ യാത്ര അറിയാനും പ്രയാസമില്ല. അപ്പോ ദേവിയെ വന്ദിച്ചു നിൽക്കുന്ന സമയത്ത് ആ ക്ഷേത്ര സന്നിധാനത്തിൽ വന്ന് എന്നെ പാണിഗ്രഹണം ചെയ്യുന്നതായാൽ ബന്ധുക്കളെ ആരെയും ഉപദ്രവിക്കാതെ പരസ്യമായി തന്നെ വിവാഹം ചെയ്യാൻ നല്ല അവസരം സിദ്ധിക്കുമല്ലോ. അതുകൊണ്ട് അംബികാ സന്നിധിയിൽ വെച്ചാണ് അവിടുന്ന് എന്നെ അപഹരിക്കേണ്ടത് എന്നതാ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണു രുക്മിണി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ